എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും വയറ് നിറയാനും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കരിവാളിപ്പിനെ തടയാനും ശരീരത്തെ നന്നായിട്ട് തന്നെ തണുപ്പിക്കാനും വളരെ നല്ലതായിട്ടുള്ള മുന്തിരി സർബത്ത് നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തരുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് മുന്തിരി സർബത്ത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മുന്തിരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ്. പുറത്തുനിന്നും വാങ്ങുന്ന മുന്തിരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പ് വെള്ളത്തിലാണ് ഇട്ട് വെക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസത്തേക്കാണ് ഒന്നും കൂടെ 2-3 തവണ കഴുകിയിട്ടാണ് ഉപയോഗിക്കാൻ എടുക്കേണ്ടത്. അങ്ങനെ കഴുകിയെടുത്തിട്ടുള്ള മുന്തിരിയാണിത്. ഇനി നമുക്ക് ഈ മുന്തിരി ഒരു പാനിലേക്ക് മാറ്റി ഒന്ന് തിളപ്പിച്ചെടുക്കണം. 1/2 കിലോ മുന്തിരിക്ക് ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു പകുതിയോളം ബീട്രൂട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ബീട്രൂട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ മുന്തിരി സർബത്ത് തയ്യാറാക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി വെള്ളം നല്ലോണം തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് മുന്തിരി ചേർക്കാം. വെള്ളം ഇപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ചേർത്ത് വെള്ളം തിളച്ച് തുടങ്ങിയപ്പോഴേക്കും നല്ല കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരി ചേർക്കാം. മുന്തിരി ചേർക്കുവാണ്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മുന്തിരി ഒരുപാട് നേരമൊന്നും തിളക്ക് വരേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഒന്ന് തോലൊന്ന് പൊട്ടിക്കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്, ഉള്ളിലെ ആ ഒരു കാമ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർക്കാം. മധുരത്തിന് ആവശ്യമായ 200 ഗ്രാം അളവില് പഞ്ചസാര കൂടെ ചേർക്കാം. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ തോലെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചൂടുവെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്തിരി നല്ലോണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തോലെല്ലാം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് വിട്ടും കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാട് നേരം ഒന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഒരു ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ഈ തോലെല്ലാം ഒന്നെടുത്ത് മാറ്റണം. ഇനി നമുക്കിത് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിന്റെ തോലെല്ലാം ഒന്നെടുത്ത് മാറ്റിയിട്ട് വരാം. അങ്ങനെ നമ്മുടെ മുന്തിരിയുടെ തോലെല്ലാം ഞാനിവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ മുന്തിരി നമുക്ക് ആയി കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോ 1-2 തോലൊക്കെ ഇതിനകത്ത് ഉണ്ടാവും എങ്കിൽ നമുക്കതെടുത്ത് കളയാം. പകുതി കഷ്ണം ബീട്രൂട്ട് നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല റെഡ് കളറിലാണ് നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നല്ല ചൂട് സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും തണുക്കും. അതുപോലെ തന്നെ നമ്മുടെ വയറും കൂടെ നിറയും കേട്ടോ. ഒരുപാട് വെള്ളമെല്ലാം നമ്മൾ ഈ സമയത്ത് കുടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുടിക്കുവാണെങ്കിൽ നല്ലൊരു കൂളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇനി ഈ തോലെടുത്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു മുന്തിരി സിറപ്പിലേക്ക് നമുക്കൊരു കാര്യം കൂടെ ചേർക്കണം. 4 കപ്പ് ചവ്വരി ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി അരിപ്പയിലൂടെ അരിച്ച് ഒന്ന് സ്റ്റാർച്ച് കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചവ്വരി ഈ ഒരു മുന്തിരി സിറപ്പിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ ചവ്വരിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് മധുരം നോക്കിയിട്ട് മധുരം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ചിയാ സീഡ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ ആ ഒരു ചവ്വരിയുടെ കട്ടകളൊക്കെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കണം. ഇതിലേക്ക് മധുരത്തിന്റെ അളവുകൾ വളരെ കുറച്ച് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇത് കഴിക്കാൻ സാധിക്കും. അങ്ങനെ ഞാനിവിടെ ഒന്ന് നല്ലോണം തന്നെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോ ഐസൊക്കെ ചേർത്ത് കുടിക്കുവാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഒരുപാട് ഐസൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ചിയാ സീഡ് ചേർക്കുമ്പോൾ ഒന്ന് കഴുകിയതിന് ശേഷമായിരിക്കണം കേട്ടോ ഇതിലേക്ക് ചേർക്കേണ്ടത്. ചിയാ സീഡും ഞാനിവിടെ കഴുകി ചേർക്കുവാണ്. ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ലോണം ഇവിടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സർബത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് ഒരു 3 ഏലക്ക ഇതിന്റെ ഈ ഒരു തോലൊന്ന് നീക്കം ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ച ഏലക്ക കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഏലക്ക ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുക. വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു ചില്ലു പാത്രത്തിലേക്ക് മാറ്റി ഫ്രീസറിലേക്ക് വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു ഗ്ലാസുകളിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം. നമുക്കിതൊരു മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചതിന് ശേഷം ഫ്രീസറിലേക്ക് മാറ്റാം.
അവനെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ മുന്തിരി സർബത്ത് സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചൂടുകാലത്ത് തന്നെ തയ്യാറാക്കി കഴിക്കണേ. ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഒരാഴ്ച കാലത്തേക്ക് ഒരു കേടുപാടും കൂടാതെ തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് അത്താഴത്തിന് മറ്റുള്ള ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ വളരെ തന്നെ നല്ലതുമാണ്. ഇനിയിപ്പോൾ ബ്ലഡിന്റെ കുറവൊക്കെ ഉള്ള ആൾക്കാർക്കും ഈ ചൂടുകാലത്ത് ശരീരത്തിനുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ തടയാനും വളരെ തന്നെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.